മാത്തമെറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് എങ്ങനെ ഈസിയായി പഠിക്കാം, മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് എങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കാം, മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് എങ്ങനെ ആസ്വദിച്ച് പഠിക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ത് എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം വിദ്യാർത്ഥികൾ മാത്രമേ മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് പറയുവാൻ സാധ്യതയുള്ളൂ. ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരായാലും വീട്ടുകാരായാലും നാട്ടുകാരായാലും ഏറ്റവും ബുദ്ധിമുട്ടേറിയ സബ്ജക്റ്റ് മാത്തമെറ്റിക്സ് ആണ്. കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, കൂടുതൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കൂടുതൽ സമയമെടുത്ത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് മാത്തമെറ്റിക്സ് സബ്ജക്റ്റിനെ ഒരു ഭീകരനാക്കിയാണ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി വിദ്യാർത്ഥികളുടെ ഉള്ളിലും മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടേറിയ ഒരു സബ്ജക്റ്റ് ആണ് എന്ന ഒരു ചിന്ത അങ്ങ് പതിഞ്ഞുപോയി. എന്നാൽ ഹയർ സെക്കൻഡറി തലത്തിലേക്ക് എത്തുമ്പോൾ മാത്തമെറ്റിക്സ് വളരെ ലളിതമായി രസകരമായി ആസ്വദിച്ച് പഠിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ, ചെറിയ ടിപ്സ് അതാണ് ഈ വീഡിയോയിൽ ഞാൻ നൽകുന്നത്. തീർച്ചയായും മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് ഈസിയായി നിങ്ങൾക്ക് പഠിക്കാം, ആസ്വദിച്ച് തന്നെ പഠിക്കുവാനും സാധിക്കും. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാത്തമെറ്റിക്സ് എന്ന സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇഷ്ടമില്ലാത്തൊരു ഫുഡ് കിട്ടിയാൽ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമോ? നമുക്ക് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നമുക്കത് ഇഷ്ടപ്പെടാൻ സാധിക്കണം. ഒരു നല്ല സിനിമ, നമ്മുടെ ടേസ്റ്റിലുള്ള സിനിമയാണെങ്കിൽ നമുക്ക് എന്താണ്, അത് ആസ്വദിക്കാം അല്ലെ. നമ്മുടെ ഇഷ്ടപ്പെട്ട നായകനുണ്ട്, നായികയുണ്ട് എങ്കിൽ ആസ്വദിച്ച് നമ്മൾ കാണും. അത് തന്നെയാണ് ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും. ആദ്യം മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് ഈസി ആകണമെങ്കിൽ ആ സബ്ജക്റ്റിനെ സ്നേഹിക്കുക, അതിനെ ഇഷ്ടപ്പെടുക. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മാത്തമെറ്റിക്സ് താല്പര്യമില്ല എങ്കിൽ പോലും മാത്തമെറ്റിക്സ് കോമ്പിനേഷനുള്ള സബ്ജക്റ്റ് പഠിക്കുവാൻ വിധിക്കപ്പെട്ട ഒത്തിരി പിള്ളേർ കാണും. MBBS കോഴ്സിന് പോകണം, അഗ്രികൾച്ചറൽ കോഴ്സിന് പോകണം, നഴ്സിംഗിന് പോകണം എന്നുള്ള വിദ്യാർത്ഥികൾ പോലും മാത്സ് പഠിക്കേണ്ടി വരുന്നു കേരള സിലബസിൽ. അതൊരു പ്രശ്നമാണ്. എങ്കിലും പഠിക്കുവാൻ വിധിക്കപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. വെറുതെ പഠിച്ചാൽ മതിയോ? ഇല്ല. മനസ്സിലാക്കി പഠിക്കുക, ആസ്വദിച്ച് പഠിക്കുക, അത് തന്നെയാണ് വേണ്ടത്. തീർച്ചയായും ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് അല്ല ഏത് സബ്ജക്റ്റ് ആയാലും പഠിക്കുന്നത് എങ്ങനെയാണ്, കണ്ടു പഠിക്കുക അല്ലെങ്കിൽ കേട്ടു പഠിക്കുക, ഈ പരിപാടിയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കോവിഡിന് മുൻപും പിൻപും എന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. ബിഫോർ കോവിഡ്, ആഫ്റ്റർ കോവിഡ് അല്ലേ. കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് കോവിഡ് കാലത്തിന് മുന്നേ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു, സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് ആയപ്പോൾ സബ്ജക്റ്റ് മനസ്സിലാക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി മാർക്ക് വാങ്ങിക്കുക, A+ വാങ്ങിക്കുക അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിക്കുക. അവിടെ സബ്ജക്റ്റിനെ മനസ്സിലാക്കാനോ ഇഷ്ടപ്പെടാനോ നമുക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. 2 വർഷം ഒരു വിഷയം പഠിക്കുമ്പോൾ, ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിന്റെ തറവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, എങ്കിൽ മാത്രമേ നമുക്കത് എൻജോയ് ചെയ്ത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. സോ മാത്തമെറ്റിക്സ് സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. മെജോറിറ്റി വിദ്യാർത്ഥികളും മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് വായിച്ചു പഠിക്കാറുണ്ട്, യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടു പഠിക്കാറുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് അപ്പോൾ എല്ലാം മനസ്സിലാകും. പക്ഷെ പരീക്ഷയ്ക്ക് ഒന്നും എഴുതാൻ പറ്റത്തില്ല. പല കാര്യങ്ങളും മറന്നു പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. പല കുട്ടികളും പറയുന്നതാണ്, എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഇതെല്ലാം അറിയാം, ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എല്ലാം അറിയാം, പക്ഷെ എഴുതി വന്നപ്പോൾ ഇടയ്ക്ക് നിന്നുപോയി അല്ലെങ്കിൽ മറന്നുപോയി, ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാത്തത് കൊണ്ടാണ്. തീർച്ചയായും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കണ്ടു പഠിക്കുക, കേട്ടു പഠിക്കുക, എല്ലാം ഓക്കെയാണ്. അതിനുശേഷം ഒരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി നോക്കുക, ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് അതിന്റെ ആൻസർ എഴുതി പഠിക്കുക. സ്വാഭാവികമായിട്ടും ഏറ്റവും മിടുക്കരായ കുട്ടികൾ അത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതി പൂർത്തീകരിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലായി. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് എഴുതി വരുമ്പോൾ ഇടയ്ക്ക് നിന്നു പോകും. അപ്പോൾ നോക്കുക, ആൻസർ നോക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ സ്റ്റെപ്പ് പിന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ല. അങ്ങനെ 1 or 2 പ്രാവശ്യം, ചില കുട്ടികൾക്ക് 1 പ്രാവശ്യം മതി, ചില കുട്ടികൾക്ക് 2 പ്രാവശ്യം വേണ്ടി വരും, ചില കുട്ടികൾക്ക് 3 പ്രാവശ്യം വേണ്ടി വരും. എഴുതി പഠിക്കുക നമ്പർ 1. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, മാത്തമെറ്റിക്സ് പഠിക്കണമെങ്കിൽ എഴുതി തന്നെ പഠിക്കണം. ഡെറിവേഷൻസ്, സിംപ്ലിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾ എന്താണ് എഴുതി പഠിച്ചാൽ തീർച്ചയായിട്ടും ഈവൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഫോർമുലകൾ പോലും എഴുതി പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടാൻ സാധിക്കും, പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ എഴുതുവാനും സാധിക്കും. നമ്പർ 1, എഴുതി പഠിക്കുക. കണ്ടു പഠിക്കുക, കേട്ട് പഠിക്കുക, എഴുതി പഠിക്കുക, ഇതെല്ലാം വേണം. നമ്പർ 2, തീർച്ചയായും നിങ്ങൾ എന്താണ് മാത്തമെറ്റിക്സിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഒത്തിരി ഫോർമുലകൾ കാണാതെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് എനിക്ക് മാത്സ് ഇഷ്ടമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചേ,
10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പേജ് കണക്കിന് എസ്സേ കാണാതെ പഠിച്ചില്ലേ, ഹിസ്റ്ററിയിൽ പഠിച്ചില്ലേ, ജോഗ്രഫിയിൽ പഠിച്ചില്ലേ, ഫിസിക്സിലും കെമിസ്ട്രിയിലും ഈവൻ ബയോളജിയിൽ പോലും നിങ്ങൾ എത്രയോ പേജസ് കാണാതെ പഠിക്കുന്നു. അതിന്റെ 4/1 പഠിക്കാനുണ്ടോ ഇവിടെ കാണാതെ? ഇല്ല. വളരെ കുറച്ച് ഫോർമുലകളേ ഉള്ളൂ. അത് എന്ത് ചെയ്യുക? കൃത്യമായി പഠിക്കുക. എങ്ങനെ പഠിക്കാം ഫോർമുലകൾ? തീർച്ചയായും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കാനേ സാധിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം നോക്കി അല്ലെങ്കിൽ എക്സാമിനേഷന് തലേ ദിവസം ഫോർമുലകൾ നോക്കിയാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് കൃത്യമായി അത് ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. എങ്ങനെ പഠിക്കാം? ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പാട്ടിന്റെ രൂപത്തിൽ ചില താളത്തിൽ നിങ്ങൾക്ക് ഫോർമുലകൾ പഠിക്കാം. ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രൽസ്, അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതൊക്കെ നമ്മൾ പാട്ടും പാടി പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങളുടേതായ തനതായ സ്റ്റൈൽ നിങ്ങൾക്ക് പഠിക്കാം. എങ്കിലും ചില കുട്ടികൾ ചെയ്യുന്നത് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകൾ, ടിപ്സ് ഒരു ചെറിയ പേപ്പറിൽ എഴുതി നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിന്റെ ഫ്രണ്ടിൽ പേസ്റ്റ് ചെയ്യുന്നു, ഒട്ടിച്ചു വെക്കുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി പഠിക്കാം. അതൊരു സ്ട്രാറ്റജിയാണ്. ഓരോ ചാപ്റ്ററിലെ ഫോർമുലകൾ. ഇനി എല്ലാം പറ്റിയില്ലെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിലെ ഫോർമുലകൾ എങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതുക. ഇപ്പൊ +1 സിലബസിലാണെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിന്റെ ഫോർമുലാസ് എഴുതി വെക്കുക. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിന്റെ ഫോർമുലാസ് എഴുതി വെക്കുക. കോണിക് സെക്ഷൻ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിന്റെ ഫോർമുല എഴുതി വെക്കുക. +2 ആണെങ്കിൽ ഈ ഡെറിവേറ്റീവ്സ് വേണം, ട്രിഗണോമെട്രി വേണം, ഇന്റഗ്രൽസ്, അങ്ങനെ വെക്ടർ, 3D, അങ്ങനെ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലൊക്കെ കുറച്ച് ഫോർമുലകളുണ്ട്. അത് എഴുതി വെക്കുക. ഓരോ ദിവസവും ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയങ്ങളിൽ കൃത്യമായി നോക്കി പഠിക്കുക. അല്ല എങ്കിൽ മറ്റൊരു വഴിയുണ്ട്. തീർച്ചയായും നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിന്റെ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 4-5 നിങ്ങളുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണല്ലോ. ഇപ്പൊ നമുക്ക് +2 സിലബസിൽ ഡെറിവേറ്റീവ്സ്, +1 ഉണ്ട്, ഇന്റഗ്രൽസ്, ഇതിലൊക്കെ ഒത്തിരി ചെറിയ ഫോർമുലകളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് സ്കൂളിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഡെറിവേറ്റീവ് സൈൻ എക്സ് നിങ്ങളുടെ ഫ്രണ്ടിനടുത്ത് ചോദിക്കുക. കുട്ടി പറയുന്നു ആൻസർ കോസ് എക്സ്, ഒരു ഹായ്, ഒരു ബൈ അടിക്കുക. അതേപോലെ തിരിച്ചു വരുമ്പോൾ വെറുതെ നമ്മൾ തമാശയ്ക്ക് വെറുതെ എന്താണ് സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് പകരം വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ്, സൈൻ എക്സ്, ഹായ്. അറിഞ്ഞൂടാ, നിങ്ങളെ കൂട്ടുകാരൻ പറഞ്ഞിലേക്ക് ഒരു ഒറ്റയടി പഠിച്ചിട്ട് വരണം അല്ലേ? ഇങ്ങനെ തമാശയ്ക്ക് നമുക്ക് അങ്ങനെ സംസാരിച്ച് ഇത്തരത്തിലുള്ള ടഫായിട്ടുള്ള സാധനങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഇത് മാറും. മാത്തമാറ്റിക്സ് സബ്ജക്ട്, നമ്മൾ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന സബ്ജക്ട്, അത് നമ്മുടെ ഒപ്പം വരും. അപ്പൊ നമ്മുടെ കളികളിലും നമ്മുടെ സഞ്ചാരത്തിലും യാത്രകളിലും സുഹൃത്തുക്കളുടെ ഇടയിലുമൊക്കെ ഇത്തരത്തിൽ ടഫായിട്ടുള്ള ഫോർമുലകൾ വീണ്ടും ബൈഹാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം സ്ട്രാറ്റജീസ്, ഞാൻ 1-2 സ്ട്രാറ്റജി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലും രസകരമായ ഒത്തിരി വ്യത്യസ്തമായ സ്ട്രാറ്റജീസ് ആണ്. എന്തായാലും ഫോർമുലകൾ പഠിക്കുക, ഫോർമുലാസ് കംപ്ലീറ്റ് പഠിക്കുക. എങ്കിൽ നിങ്ങളുടെ പകുതി പ്രശ്നം കഴിഞ്ഞു. ഡിഫറൻസിയേഷൻ ആയാലും ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആയാലും ഇന്റഗ്രൽസ് ആയാലും ഏത് ചാപ്റ്റർ ആയാലും നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നത് നിങ്ങൾ ആ ഫോർമുലകൾ ബൈഹാർട്ട് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. കൃത്യമായി ഫോർമുലകൾ പഠിച്ചാൽ നിങ്ങൾക്ക് ആ സിലബസിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാൻ സാധിക്കും. നെക്സ്റ്റ്, ദിവസവും പഠിക്കുക. നമ്പർ 3, ഇന്നൊരു സംഗതി പഠിപ്പിച്ചു, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം അധ്യാപകർ വന്ന് പഠിപ്പിക്കുന്നത് ഇതിന്റെ തുടർച്ചയാണ്. ഇത് പഠിക്കാത്ത ഒരു കുട്ടിക്ക് മനസ്സിലാകുമോ? ഇല്ല. ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നു, ടീച്ചർ 1ാമത്തെ സ്റ്റെപ്പ് എഴുതുന്നു, 2ാമത്തെ സ്റ്റെപ്പ് എഴുതുന്നു, നമ്മൾ പതുക്കെ ഇങ്ങനെ മനസ്സിലാക്കുന്നു. ടീച്ചർ 4ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ 2ാമത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അടുത്തെന്താണ്? ടീച്ചർ 6ാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോഴായിരിക്കും നമ്മൾ 4ാമത്തെ സ്റ്റെപ്പ് നോക്കുന്നത്. അപ്പൊ ടീച്ചർ പറയുന്നതൊന്ന് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. പല വിദ്യാർത്ഥികളും പറയുന്നത് ടീച്ചർമാർ പഠിപ്പിക്കുന്ന മനസ്സിലാകുന്നില്ല. നമ്മൾ 2ാമത്തെ സ്റ്റെപ്പ് മനസ്സിലാക്കി വരുമ്പോൾ ടീച്ചർ അങ്ങ് 6ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കും. പിന്നെ വല്ലതും മനസ്സിലാവുമോ? ഇല്ല. അവിടെയാണ് വീഡിയോ ക്ലാസ്സുകളുടെ പ്രാധാന്യം. നമുക്ക് നമ്മുടേതായ സ്പീഡിൽ വീഡിയോ ക്ലാസ്സുകൾ പതുക്കെ കണ്ട് പഠിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിൽ കിട്ടുന്ന ക്ലാസ്സുകളാണ് ഏറ്റവും ബെറ്റർ ക്ലാസ്. നേരിട്ടുള്ള ലൈവ് ക്ലാസ് ആണ്. അത് മാക്സിമം ആസ്വദിക്കുക. അവിടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രം വീഡിയോ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കുക. തീർച്ചയായും അത് നിങ്ങളുടേതായ സ്പീഡിൽ ഓരോ സ്റ്റെപ്പായി നിർത്തി കണ്ട് നമുക്ക് പഠിക്കുവാൻ അവസരമുണ്ട്. അതുകൊണ്ടാണ് യൂട്യൂബ് ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകൾ കുട്ടികൾക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാൻ സാധ്യത. പക്ഷേ നേരിട്ടുള്ള ലൈവ് ക്ലാസ്സിന്റെ ആസ്വാദ്യത ഒരിക്കലും നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സുകളിൽ നിന്ന് കിട്ടത്തില്ല. തീർച്ചയായും ഞാനും യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന ആളാണ്. എങ്കിലും നേരിട്ടുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് പഠിക്കുവാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് മികച്ച യൂട്യൂബ് ക്ലാസ്സുകളുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലിലെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ സാധിക്കും. എന്റെ ക്ലാസ് തന്നെ കാണുക, അല്ലെങ്കിൽ പിന്നെ ചാനലിന്റെ ക്ലാസ് കാണുക, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തലത്തിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരുടെ ക്ലാസ്സുകൾ കാണുക. അതിനുള്ള ഭാഗ്യമുണ്ട്. സോ നമ്പർ 3 എന്താണ് കണ്ടീഷൻ? നമ്മൾ ഓരോ ദിവസവും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായി പഠിച്ച് പൂർത്തീകരിച്ചു പോവുക.
ഒരു ദിവസം ഒരു അരമണിക്കൂർ പഠിക്കാനുള്ളത് ഒരു ദിവസം സ്കൂളിൽ പഠിപ്പിക്കാൻ സാധ്യതയുള്ളൂ. അത് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പറയുന്നത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓക്കെ, നമ്പർ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഇപ്പോഴത്തെ മെജോറിറ്റി വിദ്യാർത്ഥികളും +1 +2 വിദ്യാർത്ഥികൾ കോവിഡിന്റെ പ്രശ്നം കാരണം UP അല്ലെങ്കിൽ ഹൈസ്കൂളിൽ നിങ്ങൾക്ക് നേരിട്ട് കിട്ടേണ്ട പല ക്ലാസ്സുകളും മിസ്സായ കുട്ടികളാണ്. മാത്തമെറ്റിക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ 7th സ്റ്റാൻഡേർഡിലും 9th സ്റ്റാൻഡേർഡിലുമാണ് പഠിപ്പിക്കുന്നത്. ഈ 2 ക്ലാസ് മിസ്സായ കുട്ടികളാണ് ഇപ്പോഴത്തെ +1 +2 വിദ്യാർത്ഥികൾ. അതുകൊണ്ട് തന്നെ സിംപ്ലിഫിക്കേഷൻസ് പല കുട്ടികൾക്ക് അറിയില്ല. ഈവൻ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ നമുക്ക് അതിശയോക്തി തോന്നും. ആഡ് ചെയ്യാൻ അറിയത്തില്ല, സബ്ട്രാക്ട് ചെയ്യാൻ അറിയത്തില്ല, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ അറിയത്തില്ല, ഡിവിഷൻ ചെയ്യാൻ അറിയത്തില്ല ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക്. ഇതൊക്കെ പറഞ്ഞാൽ ഉടൻ എടുക്കും കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ ഓക്കെയാണ്, ഹയർ സെക്കൻഡറി എക്സാമിനേഷന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഓൺലി ഫോർ സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസ്, CBSE സ്റ്റുഡൻസിന് അത് പറ്റത്തില്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പോകുമ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ സിംപ്ലിഫിക്കേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈവൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇന്ന് പല കുട്ടികൾക്കും അറിയില്ല. 7 × 7 എത്രയെന്ന് വെച്ചാൽ 49 എന്ന് പറയും. 7 × 9 എന്ന് വെച്ചാലോ ആലോചിക്കാതെ ചട്ടപ്പടയെന്ന് പണ്ടത്തെ വിദ്യാർത്ഥികൾ പറയും. ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ പറയുന്നില്ല. അതിനെന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴാണ് അതിന് ഏറ്റവും ബെസ്റ്റ് സമയം. ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ 7 × 9 എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു നോക്കുന്ന കുട്ടികളാണ്. അല്ല, അത് നിങ്ങൾ തന്നെ ഗസ് ചെയ്യുകയോ കാണാതെ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുക. ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. വെറുതെ ഇരിക്കുമ്പോൾ, സമയം ഉണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ കുറെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. എന്നിട്ട് കാൽക്കുലേറ്റർ ചെക്ക് ചെയ്ത് നോക്കുക, ശരിയാണോ? 2 നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുക, വലിയ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുക, അല്ലെ? കാൻസലേഷൻ, അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു നോക്കുക. പോയിന്റ്, ഡെസിമൽസ് വരുന്നത്, ഫ്രാക്ഷൻ വരുന്നത് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ശരിയാണോ എന്ന് കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്യുക. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയും ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അല്ലെ? അതുപോലെ തന്നെ ന്യൂമറിക്കൽ സിംപ്ലിഫിക്കേഷനും, അതേപോലെ തന്നെ എക്സ്പ്രഷൻസ്, അവ തമ്മിലുള്ള ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അല്ലെ? x × x² - 1/x², x × x² - 1/x. ഈ സംഗതി എങ്ങനെ സിംപ്ലിഫൈ അറിയാം? ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം, അല്ലെ? x² + 2x / x + 2. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യണം? ഇത് കാണുമ്പോൾ മേലിൽ നിന്ന് എന്ത് പുറത്തെടുക്കണം? എക്സ് കോമൺ ആയിട്ടുള്ളത് ഔട്ട്സൈഡ് എടുക്കണം. എക്സ് പോയാൽ x² പോയാൽ x പ്ലസ് ഇവിടെ x പോയി കഴിഞ്ഞാൽ 2/x + 2. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒരേ സാധനം വന്നാൽ ക്യാൻസൽ ചെയ്യാം. അതേസമയം ഇവിടെ പ്ലസ് വന്നാൽ പറ്റുമോ? പറ്റത്തില്ല. ഇത്തരത്തിലുള്ള ചെറിയ സിംപ്ലിഫിക്കേഷൻസ് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കേണ്ടതായിരുന്നു. ലോ ഓഫ് ഇൻഡിസസ്, x⁻m × x⁻n, x⁻m + n, x⁻m/x⁻n, x⁻m-n. ഇത് 7ാം ക്ലാസ്സിൽ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ +2 ആയ വിദ്യാർത്ഥികൾക്ക് പോലും അറിയത്തില്ല. ഈവൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അറിയില്ല. അപ്പോൾ ബേസിക് സിംപ്ലിഫിക്കേഷൻസ് പഠിക്കുക. ഇത് അറിഞ്ഞുകൂടാത്ത കുട്ടികൾ പഴയ 7ാം ക്ലാസ്, ഇപ്പോൾ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ആരെങ്കിലൊക്കെ 7ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. ആ ബുക്ക് നോക്കി ഇത്തരത്തിൽ സിംപ്ലിഫിക്കേഷൻസ് ഉള്ള എക്സസൈസിലെ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ബേസിക് സിംപ്ലിഫിക്കേഷൻ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് എവിടെ പോയാലും നമുക്ക് ഈ സിംപ്ലിഫിക്കേഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ കണ്ടീഷൻ നമ്പർ 4, ബേസിക് സിംപ്ലിഫിക്കേഷൻസ് മനസ്സിലാക്കുക. ബേസിക് സിംപ്ലിഫിക്കേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്സ് ഒരു വിഷയമേ അല്ല. ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ്, ബേസിക് സിംപ്ലിഫിക്കേഷൻസ് ഇത് പഠിക്കാത്തത് കൊണ്ടാണ് പല വിദ്യാർത്ഥികൾക്കും ഫോർമുല അറിയാം, പക്ഷേ സിംപ്ലിഫിക്കേഷൻ എത്തുമ്പോൾ തെറ്റിപ്പോവും, ഫൈനൽ ആൻസർ എത്തുന്നില്ല. അങ്ങനെയും പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ബേസിക് സിംപ്ലിഫിക്കേഷൻസ് പഠിക്കുക. അവസാനം എന്ന് പറയുന്നത് 5ാമത്തെ കണ്ടീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക? സബ്ജക്റ്റ് ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇഷ്ടത്തോടെ പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അയ്യോ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് എപ്പോഴും മാർക്ക് നഷ്ടപ്പെടുന്നതാണ്, സ്റ്റേറ്റ് തലത്തിൽ പരീക്ഷകൾ നടക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ട റിസൾട്ട് മാത്സിനാണ്, പഠിപ്പിക്കുന്ന ടീച്ചർ മോശമാണ്, അതുകൊണ്ട് എനിക്ക് മാത്സ് ഇഷ്ടമില്ല, ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടാൽ ആസ്വദിച്ച് പഠിക്കാൻ സാധിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും 10ാം ക്ലാസ് 9ാം ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ +1 +2 മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു സബ്ജക്റ്റും ഒരു ചാപ്റ്ററും ബുദ്ധിമുട്ടല്ല. ചില ടീച്ചേഴ്സ് പറയും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ബുദ്ധിമുട്ട്. ഒന്നുമില്ല, 2-3 ഫോർമുലകൾ കൂടുതൽ പഠിക്കണം, അത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളാണ്. +2 പറയുമ്പോൾ ഇന്റഗ്രൽസ് എന്ന് ഭയങ്കര പ്രശ്നമുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് പലരും തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഡിറ്റർമിനൻസ് മെട്രിസസ് എന്ന ചാപ്റ്ററിനേക്കാളും സിമ്പിൾ ആണ് ഇന്റഗ്രൽസ്. പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നതും ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. മാർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ആ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിലായിരിക്കും.
ചിലപ്പോൾ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമ്മുടെ മാർക്കുകളൊക്കെ പോകും. ഇവിടെ അങ്ങനെ ഒരു മാർക്കും നഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററും ഈസിയാണ്, നമുക്കത് പറ്റും, സാധിക്കും എന്നൊരു വിശ്വാസത്തോടുകൂടി, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ഇഷ്ടപ്പെടാൻ സാധിക്കും. പബ്ലിക് എക്സാമിനേഷന് യാതൊരു ടെൻഷനും ഇല്ലാതെ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും +1 വിദ്യാർത്ഥികൾക്ക് വേണ്ടി 2024-25 സിലബസിനെ ബേസ് ചെയ്ത് പുതിയ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിലെയും കംപ്ലീറ്റ് പോർഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിക്കണമെന്നുള്ള കുട്ടികൾ +1 ഡീറ്റെയിൽഡ് ക്ലാസ്സസ് കാണുക. +2 വിദ്യാർത്ഥികളും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കംപ്ലീറ്റ് പോർഷൻസ്, കംപ്ലീറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിച്ച് ജോമെട്രിക്കൽ കോൺസെപ്റ്റ് ഉൾപ്പെടെ സബ്ജക്റ്റ് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന വിശ്വാസത്തിൽ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ 2 പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ എക്സാമിനേഷൻ സമയം എത്തുമ്പോൾ ഇതിന്റെ ക്യാപ്സ്യൂൾ സംഗതികൾ റിവിഷൻ ക്ലാസ് എന്ന രീതിയിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും. അതും നിങ്ങൾക്ക് കണ്ടു പഠിക്കാവുന്നതാണ്. സോ തീർച്ചയായും ഇപ്പോൾ സമയമുണ്ട്. +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും സെക്കൻഡ് ടേമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ടേമാണ്. ഒത്തിരി കാര്യങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കും, ഒത്തിരി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂളിൽ നടക്കും. അതിനിടയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ആ കാര്യങ്ങളൊന്നും മിസ്സാകാതെ കൃത്യമായി പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്കൂളിൽ പഠിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ കണ്ട് നിങ്ങളുടെ സ്പീഡിനനുസരിച്ച്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. മാത്തമാറ്റിക്സ് സബ്ജക്ട് പേടിക്കേണ്ട ഒരാളെ അല്ല, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പല കുട്ടികളും പറയും ഏറ്റവും ബോറിംഗ് ആണ് മാത്സ് എന്ന്. ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കാൻ വരുന്ന ഒരു സബ്ജക്റ്റ് ആണോ? ഒരിക്കലും ഉറക്കം വരാത്ത ഒരു സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. അല്ലെ, ഫുള്ളി എൻഗേജ്ഡ് ആണ്. നമ്മൾ എഴുതുന്നു, കാൽക്കുലേഷൻസ് ചെയ്യുന്നു, മെമ്മറി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെ, മെമ്മറി ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരിക്കലും നമുക്ക് ബോറിംഗ് അല്ലാത്ത ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. അങ്ങനെ മാത്തമാറ്റിക്സിനെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ആസ്വദിച്ച് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.